ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമുക്ക് ഈ വാർത്ത പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം പറയണം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത ആക്ച്വലി ബഹ്റിനിൽ അവിടെ വലിയ രീതിയിലുള്ള ഷിയ പ്രൊട്ടസ്റ്റ് നടക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്ത എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ ഇല്ല, ബഹ്റിനിൽ ഞങ്ങൾ ജീവിക്കുകയാണ്, ഞാൻ ബഹ്റിൻ രാജാവിന്റെ അടുത്ത കൈയാണ്, ബഹ്റിൻ രാജാവിന് തുണി തയ്ച്ചു കൊടുക്കുന്ന ഞാനാണ്, ബഹ്റിൻ രാജാവിന്റെ മറ്റേ തുണി അയൺ ചെയ്ത് കൊടുക്കുന്ന ഞാനാണ്, നിങ്ങൾ ബഹ്റിനിലെ വെഞ്ഞാറമൂട്ടിലാണോ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് അതിന്റെ താഴെ വന്നത്. ആക്ച്വലി നമ്മൾ കൊടുത്ത വാർത്തയൊക്കെ എന്താണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ മാത്രമല്ല കൊടുത്തിട്ടുള്ളത്, സകല മാധ്യമങ്ങളും, ലോകത്തിലുള്ള സകല മാധ്യമങ്ങളും അത് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള France24.com എന്ന് പറയുന്ന മാധ്യമം കൊടുത്ത വാർത്തയാണിത്. കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്തയാണിത്. ബഹ്റിൻ ക്രാക്സ് ഡൗൺ ഓൺ ഷിയ ഡിസെന്റ് എന്ന് പറഞ്ഞ് കൊടുത്ത വാർത്തയാണിത്. ഒന്നാമത്തെ കാര്യം. ഇനി ഇത് മാത്രമല്ല, ഇനിയിപ്പോ ഫ്രാൻസിന്റെ വാർത്ത നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന വേറെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാധ്യമമുണ്ട്, ഡൗൺ വിത്ത് ദ കിങ്. ഈ ബഹ്റിനിൽ നടക്കുന്ന ഷിയ പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വാർത്തകളാണ്. 200-250 പേരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, നുണ പ്രചരിപ്പിക്കരുത് എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ദ ന്യൂ അറബ് എന്ന് പറഞ്ഞൊരു വാർത്ത, ബഹ്റിനിലെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഷിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ബഹ്റിൻ ഇൻവെസ്റ്റിഗേറ്റ്സ് ഡെത്ത് ഓഫ് ജയിൽഡ് ആക്ടിവിസ്റ്റ് ഡിനേറ്റ്സ് ഷിയ ക്രാക്ക് ഡൗൺ എന്നുള്ളതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. ഷിയ ആക്ടിവിസ്റ്റ് മുഹമ്മദ് അൽമോസാവി, അയാളെ വധിച്ചതിന്റെ പേരിൽ ബഹ്റൈനിൽ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് എന്നുള്ളത് ഉള്ള വാർത്തയാണ്. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ഇല്ലാത്ത വാർത്തകളൊന്നും കൊടുക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ കൊടുക്കുന്ന ആ ഒരു വാർത്ത ആ ഒരു ദിവസം വരികയാണെങ്കിൽ അന്ന് ഈ പണി നിർത്തും. പിന്നെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വാർത്തകളുടെ ലിങ്ക് ഒന്നും എടുത്ത് പറയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, ആ വാർത്ത ഏകദേശം 200K, അതായത് 2 ലക്ഷത്തോളം ആൾക്കാർ കാണുന്നുണ്ട്, അതിനോട് അടുക്കുന്നുണ്ട്. അതൊരു 300 കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ 300 പേരെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാം നിങ്ങൾ ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമമാണ്, കൃത്യമായിട്ട് എല്ലാ വാർത്തയും അനലൈസ് ചെയ്തേ കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ലിങ്ക് പറയാത്തത്. കാരണം നമ്മളൊരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കുമെന്ന് ഒന്നുകിൽ അടുത്ത ദിവസങ്ങളിൽ ഇവിടെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയും. പിന്നെ ബഹ്റിനിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് എന്ന് ഇവിടെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൗദിയെ കുറിച്ചോ ബഹ്റിനെ കുറിച്ചോ കുവൈറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ അവിടെ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് അവിടുത്തെ മാധ്യമങ്ങൾക്ക് എന്തായാലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് സാറ്റലൈറ്റ് മാധ്യമങ്ങളും ഇവിടെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകാറുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ ടൂറൊക്കെ അടിക്കാറുള്ളതാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. നമ്മുടെ ഇറാന്റെ വാർത്തകളിലേക്ക് വരാം. ഇറാന്റെ വാർത്തകൾ ഇപ്പോ എടുത്തു നോക്കുകയാണെങ്കിൽ കുവൈറ്റിൽ, ഇനി ഇതും കള്ളമാണെന്ന് പറയരുത് ദയവ് ചെയ്ത്, കുവൈറ്റിൽ ഒരു വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. കുവൈറ്റിലെ വൈദ്യുതി ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വാർത്ത. കുവൈറ്റ് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. ട്രംപ് 10,000 സൈനികരെ സജ്ജമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ യുറേനിയൻ പിടിച്ചെടുക്കാനാണ് ട്രംപ് 10,000 സൈനികരെ സജ്ജമാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമേരിക്കയിൽ ട്രംപിന് എതിരെ ഒരു സർവേ വന്നിട്ടുണ്ട്. ഈ CPSC സ്ട്രോക്ക് പോൾ ആണ് വന്നിരിക്കുന്നത്. അത് JD വാൻസ് അമേരിക്കയിൽ ചിലപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി മാറിയേക്കും എന്നുള്ളതാണ് ആ സർവേ സൂചിപ്പിക്കുന്നത്. ട്രംപിന് ഗാലറി ഫുൾ എതിരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. JD വാൻസിനെതിരെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന വലിയൊരു ആരോപണമല്ല, അവിടെ ഉള്ള ഒരു വലിയൊരു എന്താ പറയാ, ഒരു എതിർപ്പെന്ന് പറയുന്നത്, JD വാൻസ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദു ആണ് JD വാൻസ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അത് വലിയ രീതിയിലുള്ള ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നിരീക്ഷകനുമായിട്ട് സംസാരിച്ചപ്പോൾ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു നയതന്ത്ര വിദഗ്ധനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത്, തനിഷ് നോക്കിക്കോ, JD വാൻസ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനായിട്ട് കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുകയാണ്. ഇനി JD വാൻസ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവാനായിട്ട് തന്റെ കല്യാണം അതിന് എന്താ പറയാ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇയാളുടെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാനും മടിക്കില്ല എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ അമേരിക്കയിലേക്ക് ഒരു മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് അമേരിക്ക വരെ എത്താൻ സാധിക്കുന്ന ഒരു മിസൈൽ എഞ്ചിൻ പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അത് വലിയ ഒരു വാർത്തയായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ വലിയ വലിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ കുവൈറ്റിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വാർത്ത, സൗദി അറേബ്യയിലെ പ്രിൻസ് വ്യോമത്താവളവും ഇറാൻ ആക്രമിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും നൂതനമായിട്ടുള്ള വിമാനം വെടിവെച്ച് വീഴ്ത്തി. ഖാർഗെ ദ്വീപിൽ ഇപ്പൊ അമേരിക്കൻ സൈനികർ വളഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇത് നമുക്കും പണിയാണ്. കാരണം ഈ അമേരിക്കൻ സൈനികർ അവിടെ വളയുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് മാത്രമല്ല, ഹൂത്തി വിമതർ ഇറങ്ങുമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഹൂത്തി വിമതർ ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ബാബ് അൽ മന്ദേബ്
അവിടെയുള്ള ആ ഒരു കടലിടുക്കും അടയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലേക്കുള്ള എണ്ണവാതക വിതരണം സമ്പൂർണ്ണമായിട്ട് നിൽക്കും. പിന്നെ നിങ്ങൾ ഒരു ചാൻസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് ഇറാൻ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ട്രംപും പിന്നോട്ടില്ല, ഇറാനും പിന്നോട്ടില്ല. ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേലിന്റെ പണി കഴിഞ്ഞു, ഖമേനിയെ വധിച്ചു, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇസ്രായേൽ പിൻവാങ്ങി. ട്രംപാണ് ഇപ്പൊ തല ഉരാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്ക്ഡൌൺ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിലാണെങ്കിൽ എല്ലാം അടച്ചുപൂട്ടി 30% സാലറിയും എല്ലാവരെയും കട്ട് ചെയ്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ മാത്രമാണ് ഇപ്പൊ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയുടെ ഈ സുഖകരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഇനി എത്ര കാലമാണ്? ഈ ബാബ് അൽ മന്ദേബ് ഈ കടലിടുക്കൊക്കെ അടച്ചുപൂട്ടി യുദ്ധം ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്ര സുഖം നമുക്കുണ്ടാകുമോ? എന്താണ് തോന്നുന്നത് യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള ഭാവി? അല്ല, ഇന്ത്യ ഭയക്കേണ്ട ഒരു വലിയ കാര്യം ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ പരിമിതമായ രീതിയിൽ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ടൊരു തീരുമാനം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് എടുത്തിട്ടുണ്ട്. അതിന് ഐക്യരാഷ്ട്രസഭ ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രംപിന്റെ ഒരു പെപ്പറ്റാണ്. അപ്പോ അതും വേണ്ട, പുതിയ നമുക്കൊന്ന് പീസ് ഓഫ് യൂണിറ്റി അങ്ങനെ പറഞ്ഞിട്ട് ഒരു സമിതി പുള്ളി ഇടയ്ക്ക് രൂപീകരിച്ചായിരുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരം. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ പരിമിതമായ രീതിയിൽ ആണവായുധം ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ഇറാന്റെ സമ്പുഷ്ട യുറേനിയത്തിന്റെ ആണവ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്താനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നുള്ള വാർത്ത വരുന്നത്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചും വളരെ ഭീതിജനകമായ കാര്യമാണ്. കാരണം നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള ലേഖനങ്ങൾ പറയുന്നത് ഈ ആണവ നിലയങ്ങൾ തകർന്നാൽ സ്വാഭാവികമായി തന്നെ മിഡിൽ ഈസ്റ്റിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇതിന്റെ വികരണങ്ങൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. തുർക്കി, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇതിനെ നേരിട്ട് ബാധിക്കും. നമ്മൾ എന്തിനു ഭയക്കണം എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, പ്രവാസികളായിട്ടുള്ള 1 കോടിയുടെ അടുത്ത് ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ ആകമാനമുണ്ട്. അവരെ അത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ഒരു ഭീതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാറ്റ് അടിച്ചിട്ടാണ്, അതായത് ഈ കിഴക്ക് ഭാഗത്തേക്കാണ് കാറ്റ് വരുന്നതെങ്കിൽ 48 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ സമയം കൊണ്ട് ഇത് ഗുജറാത്തിന്റെ രാജസ്ഥാനിന്റെ ഒക്കെ ബോർഡർ അവിടെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് ഭയക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും ഇതിന്റെ ഒരു പവർ വളരെയധികം കുറയും. അത് നമുക്കൊരു ഭീഷണിയല്ല. പക്ഷെ നമുക്ക് ഭീഷണിയായ മറ്റൊന്നുണ്ട്. ഇത് ജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ പാരിസ്ഥിതിക മാനുഷിക പ്രശ്നങ്ങളുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് വരെ കാരണമാകാവുന്ന ഒന്നാണ്. നമുക്കറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ അണുബോംബ് വിട്ടതിന്റെ ആ ഒരു പ്രത്യാഘാതം ഇന്നും അവിടുത്തെ തലമുറ പേറുന്നുണ്ട്. പല കുട്ടികളുമൊക്കെ ജനിക്കുന്ന വികലാംഗരുമായിട്ടും മറ്റുമൊക്കെ ജനിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു സാഹചര്യം ഇവിടെ എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു കാര്യം. അതായത് ഈ ആണവ ബോംബ് ഇടുന്നതിനേക്കാൾ ഭീകരമാണ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. നദാൻസിൽ ആണവ കേന്ദ്രങ്ങൾ ഇട്ട് ചോർച്ച ഉണ്ടായെന്ന് അവർ പറയുന്നു. ആണവോർജ്ജന ഏജൻസി തന്നെ പറയുന്നു ചെറുതായിട്ട് ചോർച്ച ഉണ്ടെന്നുള്ളത്. ഇതുവരെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ കുറെ അധികം രാജ്യങ്ങൾ, അതായത് പാകിസ്ഥാനൊന്നും ഡയറക്റ്റ് യുദ്ധത്തിൽ ഇല്ലെങ്കിൽ പോലും അവരെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ നശിപ്പിക്കാൻ പോകുന്ന, തുർക്കിയെ ഒക്കെ നശിപ്പിക്കാൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയൊക്കെ നശിപ്പിക്കാൻ പോകുന്ന ഒരു പ്രക്രിയക്കായിരിക്കും ട്രംപ് തുടക്കം കുറിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ധനുഷ് പറഞ്ഞ ഒരു കാര്യവുമായി അത് ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. JD വാൻസ് അധികാരത്തിലേക്ക് വരുമോ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ട്രംപ് നടത്തി കഴിഞ്ഞാൽ ലോകമെമ്പാടും ട്രംപിനെതിരെ തിരിയും. അമേരിക്കയിൽ വലിയ പ്രക്ഷോഭം ട്രംപിനെതിരെ ഉയരുകയും ചെയ്യും. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണവായുധം ഉപയോഗിക്കുന്ന ഒരു രാജ്യവും ഭരണാധികാരിയുമായി ട്രംപ് മാറും. ലോകത്തിന്റെ മുഴുവൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ട്രംപിന് ഒരടി മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരു കൂട്ടക്കുരുതിയാണ് അവിടെ നടത്തുന്നത്. നിരപരാധികളായിട്ടുള്ള രാജ്യങ്ങളെ കൂടി ഇത് ബാധിക്കുക എന്ന് പറയുമ്പോൾ വലിയ വിഷയമാണ്. ഇത് നടത്തുന്നു. രണ്ടാമത്തെ കാര്യം, കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് ഗാർഗ ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ട്രംപിന്റെ പ്രസ്താവനയുണ്ട്. ഇനി എണ്ണ കച്ചവടം നമ്മൾ നിയന്ത്രിക്കും, ഇറാന്റെ എണ്ണയും നമ്മൾ കച്ചവടം ചെയ്യുമെന്നാണ് പറയുന്നത്. അത് പിടിച്ചെടുത്ത് കച്ചവടം ചെയ്യുക എന്നൊരു മനസ്ഥിതിയിലേക്ക് ട്രംപ് മാറുകയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, അമേരിക്കയിൽ പോലും ട്രംപിന് ഈ യുദ്ധത്തിന് യാതൊരുവിധ പിന്തുണയും കിട്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി തിരിച്ചു കയറുക വലിയ പ്രയാസകരമായ കാര്യമാണ്. ഇറാൻ വിചാരിച്ചതുപോലെയല്ല പെട്ടെന്ന് നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞത് യുദ്ധം. ഇത് നമ്മൾ തുടങ്ങുമ്പോൾ മുമ്പേ പറഞ്ഞിരുന്നു ഇത് നിർത്താൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇറാൻ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ മാരകമായിരിക്കുമെന്ന്. ഇപ്പോൾ അതിന്റെ ഒരു പുതിയ വേർഷനിലേക്കാണ് നീങ്ങുന്നത്. ഇനി ഗാർഗ ദ്വീപ് പിടിച്ചെടുക്കുകയും ഹോർമുസ് കടലിൽ പിടിച്ചെടുക്കുകയും ചെയ്യാൻ ട്രംപ് തുനിഞ്ഞാൽ ഒരുപക്ഷെ ഇറാൻ അവരുടെ പക്കലുള്ള ഏറ്റവും മാരകമായ ആയുധങ്ങൾ വെച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകും. തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരെ ആയിരിക്കില്ല തിരിച്ചടി നൽകുന്നത്. ഒരുപക്ഷെ ചുറ്റോട് ചുറ്റുമുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തുടക്കത്തിൽ ഈ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളും ബേസുകളുമായിരുന്നു ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ആക്രമിച്ചെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ജലസ്രോതസ്സുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതിനകത്ത് ഈ സംഭവിക്കാനിടയുള്ള 3 കാര്യങ്ങൾ. അതിലൊന്ന് ഹോർമൂസിൽ വിതറിയിരിക്കുന്ന മൈനുകളെ കുറിച്ചാണ് നമ്മൾ അന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഇവരുടെ എണ്ണ വാതക ശുദ്ധീകരണ ശാലകൾ അടിച്ചു കളയും. കാരണം സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളാക്കി മിഡിൽ ഈസ്റ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഇറാന്റെ പ്ലാന്.
മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രികളെ സംബന്ധിച്ച് 80% കുടിവെള്ളവും ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ച് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് എല്ലാം ഈ തീരപ്രദേശങ്ങളോട് ചേർന്നിട്ടാണ് ഈ പ്ലാന്റുകളൊക്കെ. അത് അടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് പോലും വെള്ളം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് അത് പോകും. കാരണം ഈ സൈനികർക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകം ഇപ്പൊ രണ്ടാമത് അവർ തുടങ്ങിയിരിക്കുന്നു. കുവൈറ്റിലൊക്കെ അവർ ഈ ജല പ്ലാന്റുകൾക്ക് വെള്ളം ശുദ്ധീകരിക്കുന്ന ശാലകൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇനി ആകെ നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടി അവശേഷിക്കുന്നുള്ളൂ. അത് ഹോർമൂസിൽ പാകിയിരിക്കുന്ന മൈനുകൾ ഏത് രീതിയിൽ പൊട്ടിത്തെറിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ള കാര്യം. അപ്പൊ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതെല്ലാം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പലപ്പോഴായിട്ട് ഇറാൻ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇറാൻ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ മുങ്ങിയാൽ നിങ്ങളെ മുക്കും എന്ന് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോടാണ് പറഞ്ഞത്, അല്ലാതെ അമേരിക്കയോടല്ല പറഞ്ഞത്. ഈ നിൽക്കുന്ന ഒരു സാഹചര്യം ഖാർഗ് ഈ ദ്വീപ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഒരടി പിന്നെ മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ ആകെയുള്ള വരുമാന മാർഗം അത് നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും സ്വാഭാവികമായി തന്നെ ഇറാന്റെ ഒരു പ്രത്യാക്രമണം വളരെ രൂക്ഷമായിരിക്കും. രൂക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും പിന്നെ ചെയ്യുക എന്നുള്ളത് പറയാനും കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അവരുടെ അന്നത്തിലാണ് കൈവച്ചിരിക്കുന്നത്. കാരണം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് രീതിയിൽ മുൻപോട്ട് പോയി? ഇപ്പൊ നിലവിൽ തന്നെ ഈ യുദ്ധം കഴിഞ്ഞാലും അവർക്ക് മുൻപോട്ട് പോവുക പ്രയാസകരമാണ്. അപ്പോഴും അവരുടെ പ്രതീക്ഷയാകെ അവശേഷിക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് മാസാമാസം $80 കോടി സമ്പാദിക്കാമെന്നൊരു കണക്കൂട്ടിലാണ് അവരിയ്ക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഖാർഗെ ദ്വീപിൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ആ എണ്ണ ഉൽപാദനം, എണ്ണ കച്ചവടം ചെയ്ത് ജീവിക്കാവുന്നതാണ്. അതാണ് അവർ ഈ പറയുന്നത് ഉപരോധത്തിൽ നിങ്ങൾ ഉപരോധം പിൻവലിക്കൂ എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കാരണം ട്രംപ് ഒരു ഭാഗത്ത് പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണ്, ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറയുന്നു. മറുഭാഗത്ത് വലിയ രീതിയിൽ തന്നെയുള്ള സൈനിക വിന്യാസമാണ് നടത്തുന്നത്. ഇല്ലെങ്കിൽ ഈ ദ്വീപ് പറച്ചിലല്ല ഇപ്പൊ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈനികരെ തന്നെ രംഗത്തെത്തിച്ചുകൊണ്ട് ഒരു അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവിടെ ഇസ്രയേലും വലിയ രീതിയിൽ തന്നെ ഇറാനെ ആക്രമിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തെന്നുള്ളത്, കാരണം ഈ യുദ്ധം ഉടനെങ്കിലും തീരാൻ സാധ്യതയില്ല. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തൊമ്മൻ അയയുമ്പോൾ ചാണ്ടി മുറുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതൊക്കെയാണ് എവിടെങ്കിലും ഒരിടത്ത് അയയുണ്ടേ, രണ്ടു കൂട്ടരും അയയുന്നില്ല, ഒരു കൂട്ടർ അയയുമ്പോൾ മറ്റേ കൂട്ടർ മുറുകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഗൾഫ് വാർ കടന്നു പോകുന്നത്. ഇത് ഈ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ഈ പറയുന്ന സെൻട്രൽ ഏഷ്യ ഇല്ലെങ്കിൽ കിഴക്കൻ ഏഷ്യയെ ഉൾപ്പെടെ അത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാധിച്ചു തീരുന്ന കൊറോണ പോലെ ഒന്നും ആയിരിക്കില്ല. അത് കാലാകാലങ്ങളോളം അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ഒരുപക്ഷെ അതിന്റെ ഒരു ഡയറക്റ്റ് ഇത് കാരണം 2,500 കിലോമീറ്റർ അകലെയാണ് ഇറാൻ കിടക്കുന്നത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ. അവിടുന്ന് കാറ്റ് ഈ ദിശയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ 48 to 72 മണിക്കൂറിനകം ഇതിന്റെ മേഘങ്ങൾ വന്നേക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനുള്ള അവർ പറയുന്നത് ആ മേഘങ്ങൾ വന്നാലും പേടിക്കാനൊന്നുമില്ല. കാരണം അത് പലതായി ചിതറിക്കഴിയും, അതിന് പവർ ഒന്നും പിന്നെ കാണില്ല. പക്ഷെ ജലത്തിൽ ഇത് കലർന്നു കഴിഞ്ഞാൽ അത് വലിയ രൂക്ഷമായ പ്രതിസന്ധികൾ പിന്നീട് ഭാവിയിൽ ഉണ്ടാകും. കാരണം മനുഷ്യൻ മാത്രമല്ലല്ലോ, ഈ ജീവജാലങ്ങൾ കൂടി പ്രകൃതിയിലുണ്ട്. ഈ ജീവജാലങ്ങളും പരിസ്ഥിതിയും കൂടെ ചേരുമ്പോഴാണല്ലോ മനുഷ്യനായി മാറുന്നത്. ഇല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വെള്ളം പറ്റിയില്ല, വെള്ളം മലിനമാകുകയും വായു അശുദ്ധമാവുകയും ചെയ്ത ഒരു മനുഷ്യനും പിന്നെ എത്ര പണം ഉണ്ടായാലും മുമ്പോട്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതുമുണ്ട്. അപ്പൊ ലോകം വലിയ ഭീതിയിൽ തന്നെയാണ്. ഇനി എന്താണ് സംഭവിക്കുക? ഈ പുള്ളിക്കാരന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഇനി ട്രംപിന്റെ ഇനി എന്താണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറയാനും കഴിയില്ല. കാരണം പുള്ളി ഇപ്പൊ ആകെ നിലവിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം പിടിച്ചെടുത്തൊന്നും ഈ സാധനം കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അറ്റവയ്ക്ക് ശ്രമം നടത്തിക്കൂടാകുകയില്ല. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ വാർത്ത, അതായത് ഈ പരിമിതമായ രീതിയിൽ ആണവായുധം പ്രയോഗിക്കാൻ അനുമതി നൽകി എന്നുള്ള വാർത്ത നമ്മളെ ഭയപ്പെടുത്തുന്നു.